മക്കളെ, ഇവിടെ നമുക്ക് ഒരു 3.5 മീറ്റർ നീളമുള്ള ഒരു വയർ തന്നിട്ടുണ്ട്. ആ വയറിൽ കുറച്ചെടുത്തിട്ട് ഒരു സ്ക്വയർ ഫോം ചെയ്യും. ബാക്കിയുള്ള പോർഷൻ കൊണ്ട് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യും. ഈ സ്ക്വയറിൻ്റെയും ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെയും സൈഡ്സിൻ്റെ ലെന്ത് തുല്യമാണ്. അപ്പം നമ്മൾ എത്ര ലെന്ത് വെച്ചാണ് ഈ സ്ക്വയറിനും ഇക്വലാറ്റർ ട്രയാങ്കിളിനും വേണ്ടി മാറ്റിവെക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. See, a wire 3.5 meters long is to be cut into 2 pieces, with the one piece bent into a square and the other into an equilateral triangle. The lengths of the sides of both must be same. ഇത് വളരെ പ്രാധാന്യമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ചെയ്തായിരുന്നു. പക്ഷേ സ്ക്വയറിൻ്റെയും ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെയും സൈഡുകൾ നമ്മൾ എക്സ് വൈ എന്ന് സെപ്പറേറ്റ് എടുത്തു. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ സ്ക്വയറിൻ്റെ സൈഡും ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡും സെയിം ആണെന്നാണ് ഇവർ പറയുന്നത്. ദ ലെന്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി സെയിം. ഹൗ ഷുഡ് ദ വയർ ബി കട്ട്? അതായത് 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറു കഷ്ണം വളച്ച് ഒരു ഇക്വലാറ്റർ ത്രികോണവും നിർമ്മിക്കുന്നു. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും, ഇതിൻ്റെ രണ്ടുപേരുടെയും സൈഡ് ഒന്ന് തന്നെയാണ്. രണ്ടുപേരുടെയും സൈഡ് സ്ക്വയറിൻ്റെയും ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെയും സൈഡിന് സെയിം ലെന്ത് എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം, ദ ലെന്ത് ഓഫ് സ്ക്വയർ ആൻഡ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ബി സെയിം, ദെയർഫോർ ബോത്ത് ബി എക്സ്. രണ്ടുപേരും എക്സ് ആണ്. അപ്പം നമുക്ക് പറയാം, ഒരു സ്ക്വയറിന് 4x വരും അല്ലേ? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന് എത്ര വരും? 3y അല്ല വരുന്നത്, 3x ആണ്. കാരണം ഈ രണ്ടുപേരുടെയും സൈഡ് സെയിം ആയതുകൊണ്ട് ഇവിടെ 3x വരും, ഇവിടെ 4x വരും. ഇവിടെ 4 സൈഡ്, ഇവിടെ 3 സൈഡ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, അതായത് 4x + 3x എന്ന് പറയുന്നത് നമുക്ക് 3.5 മീറ്റർ ഉണ്ട്, 3.5 ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം 7x = 3.5 എന്ന് പറയാം, ഓർ x = 3.5 ഡിവൈഡഡ് ബൈ 7. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡെസിമൽ ഫ്രാക്ഷൻസ്, ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് ചെയ്യേണ്ടത് ബേസിക് ഫണ്ടമെന്റൽസ് ആയിട്ട്, മാത്തമാറ്റിക്സിന്റെ ബേസിക് ഫണ്ടമെന്റൽ ആയിട്ട് സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മുടെ ഇതേ ചാനലിൽ തന്നെ മക്കള് CBSEയുടെ 10ാം ക്ലാസ്സിലെ പ്ലേലിസ്റ്റിൽ ആദ്യത്തെ ചാപ്റ്റർ ബേസിക് ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ് സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇതുപോലുള്ള ഈ ഡെസിമൽ ഫ്രാക്ഷൻസിനെ സോൾവ് ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾസ് സാർ പറയുന്നുണ്ട്. CBSE 10ന്റെ ആദ്യത്തെ ചാപ്റ്റർ, ആ പ്ലേലിസ്റ്റിൽ ചെന്നിട്ട് ആദ്യത്തെ ചാപ്റ്ററിൽ ബേസിക് ഫണ്ടമെന്റൽസ് അത് നോക്കിയാൽ മതി. നമ്മളിവിടെ ചെയ്യുന്നത് 3.5 എന്ന് പറയുമ്പം നമ്മൾ ആ ഡെസിമൽ അങ്ങ് മാറ്റുക. നമ്മൾ 35/7 എടുക്കുക. 35/7 എന്ന് പറയുമ്പം 5 എന്ന് കിട്ടും അല്ലേ? 7 × 5 35. ഇനി നമ്മൾ ഡെസിമൽ നോക്കിയിട്ട് എത്ര ഡെസിമൽ ആണ് ഇവിടെ ഉള്ളത്? ഈ മുമ്പിൽ നിന്ന് പുറകോട്ട് കൗണ്ട് ചെയ്യുമ്പം ഒരു ഡെസിമൽ ഉണ്ട്. അപ്പം നമ്മളിത് ഇവിടെ ഒരു ഡെസിമൽ പുറകോട്ട് മാറ്റിയിട്ട് 0.5 ഇടും. ഇതാണ് ഇതിൻ്റെ റൂട്ട്. അപ്പം നമുക്ക് എക്സ് എന്ന് പറയണത് 0.5 എന്ന് കിട്ടി. അപ്പം നമ്മൾ ആക്ച്വലി ഈ വയറിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? സ്ക്വയറിന് വേണ്ടി ഒരു 4x എടുത്തു, ഇക്വലാറ്റർ ട്രയാങ്കിളിന് വേണ്ടി ഒരു 3x എടുത്തു അല്ലേ? അപ്പൊ സ്ക്വയറിന് വേണ്ടി എടുത്തത് 4x ആണ്. 4 × 0.5 2 വരും. ഇക്വലാറ്റർ ട്രയാങ്കിളിന് വേണ്ടി 3x ആണ്. 3 × 0.5 = 1.5 വരും. അപ്പൊ നമുക്ക് പറയാം, സ്ക്വയറിന് വേണ്ടി എടുത്ത പോർഷൻ 2 മീറ്ററും ഇക്വലാറ്റർ ട്രയാങ്കിളിന് വേണ്ടി എടുത്ത പോർഷൻ 1.5 മീറ്ററും ടോട്ടല് 3.5 മീറ്റർ. അപ്പൊ 3.5 മീറ്റർ വയർ കട്ട് ചെയ്യുമ്പോൾ സ്ക്വയറിന് വേണ്ടി എത്ര മീറ്റർ, ഇക്വലാറ്റർ ട്രയാങ്കിളിന് വേണ്ടി എത്ര മീറ്റർ? നമ്മുടെ ആൻസർ
the part of the wire for square is 2 meter and that of equilateral triangle is 1.5 meter. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം, അപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, എ വയർ 3.5 meters long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. The length of sides of both must be same. How should the wire be cut? അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു വയർ അതിന് 3.5 മീറ്റർ ലെന്ത് ഉണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം സ്ക്വയറിലേക്കും ഒരു പോർഷൻ ഇക്വലാറ്ററൽ ട്രയാങ്കിളിലേക്കും മാറ്റി. അപ്പൊ അതിന്റെ രണ്ടുപേരുടെ സൈഡ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ സ്പേസ് വേണം സ്ക്വയറിന്, കാരണം സ്ക്വയറിന് 4 സൈഡുണ്ട്, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡേ ഉള്ളൂ. അപ്പം സ്ക്വയറിന് 4x, ഈ രണ്ടുപേരുടെ സൈഡ് ലെന്ത് തുല്യമായതുകൊണ്ട് ഇതിന് നമ്മൾ 3x എന്ന് കൊടുത്തു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ നമ്മൾ ഇതേ സെയിം ടൈപ്പ് ഒരു കണക്ക് ചെയ്തായിരുന്നു. പക്ഷെ അവിടെ ഈ സ്ക്വയറിന്റെയും ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെയും സൈഡ്സ് ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ 3y എടുത്തു. അപ്പൊ അവിടെ നമുക്ക് 2 സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു, 2 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. സാറിന്റെ ഇതിന് മുമ്പുള്ള തൊട്ട് മുമ്പിലുള്ള ഒരു വീഡിയോയിൽ അത് പറയുന്നുണ്ട്, മക്കൾ അത് നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് 2 പേരും എക്സ് തന്നെയാണ്. പക്ഷെ ഒരാൾക്ക് 4 സൈഡ് 4x, അടുത്തയാൾക്ക് 3 സൈഡ് 3x. അപ്പൊ നമുക്ക് ടോട്ടല് 3.5 മീറ്ററിനെ 4x + 3x ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും.